കേരള സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നോക്കുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്: കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, കേരള വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ സുഗതകുമാരിയാണ്. ഓപ്ഷൻ ബി, കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൻ്റെ കാലാവധി 3 വർഷമാണ്. ഓപ്ഷൻ സി, കേരള വനിതാ കമ്മീഷനിൽ ചെയർപേഴ്സനെ കൂടാതെ 4 അംഗങ്ങളും മെമ്പർ സെക്രട്ടറിയുമുണ്ട്. ഓപ്ഷൻ ഡി, കേരള വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണമാണ് സ്ത്രീശക്തി. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൻ്റെ കാലാവധി 3 വർഷമാണ് എന്നാണ് ഇതിലെ തെറ്റായിട്ടുള്ള പ്രസ്താവന. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി. കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൻ്റെ കാലാവധി 3 വർഷമല്ല 5 വർഷമാണ്. കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൻ്റെ കാലാവധി 5 വർഷമാണ്. ഓപ്ഷൻ എ ആയിട്ട് കൊടുത്തിട്ടുള്ള കേരള വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ സുഗതകുമാരിയാണ്, അത് ശരിയാണ്. പിന്നെ കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൻ്റെ കാലാവധി 5 വർഷമാണ്. കേരള വനിതാ കമ്മീഷനിൽ ചെയർപേഴ്സനെ കൂടാതെ 4 അംഗങ്ങളും മെമ്പർ സെക്രട്ടറിയുമുണ്ട്, അതും ശരിയാണ്. പിന്നെ കേരള വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം സ്ത്രീശക്തി, അതും ശരിയാണ്. കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1996 മാർച്ച് 14-നാണ്. നിലവിലെ ചെയർപേഴ്സൺ പി സതീദേവിയാണ്. കേരള വനിതാ കമ്മീഷൻ്റെ നിലവിലെ ചെയർപേഴ്സൺ പി സതീദേവി. ആദ്യ ചെയർപേഴ്സൺ സുഗതകുമാരി. കേരള വനിതാ കമ്മീഷനിൽ ചെയർപേഴ്സൻ്റെ കാലാവധി 5 വർഷം. വനിതാ കമ്മീഷനിൽ ചെയർപേഴ്സനെ കൂടാതെ 4 അംഗങ്ങളും മെമ്പർ സെക്രട്ടറിയുമുണ്ട്. കേരള വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണമാണ് സ്ത്രീശക്തി.